ടിപ്പണി അഥവാ നമ്മളെല്ലാം പരിചയപ്പെട്ട തഅലീഖാത്ത്, ഇംഗ്ലീഷിൽ അതിന് ഫുട് നോട്ട്സ് എന്നുപയോഗിക്കാറുണ്ട്. ഈ ടിപ്പണി ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഅലീഖാത്തുകൾ. തഅലീഖാത്തുകളെ ചരിത്രം ഹദീസ് ക്രോഡീകരിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസിൻ്റെ റാവിമാർ ഹദീസിൻ്റെ മത്തിനിൽ വരുന്ന ഗരീബായ പദങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഐ എന്ന തഫ്സീറിൻ്റെ അർഫ് ഉപയോഗിച്ചുകൊണ്ട് ഹദീസിൻ്റെ മത്തിനിലുള്ള ഗരീബായ പദങ്ങളെ വിശദീകരിക്കാറുണ്ട്. അതെല്ലാം തഅലീഖാത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് തഅലീഖാത്ത് അഥവാ ടിപ്പണി എന്നുള്ളത് പുതിയ കാലത്ത് ആരംഭിച്ച ഒന്നല്ല. നേരെ മറിച്ച് പണ്ട് മുതലേ, അതായത് ഹദീസിൻ്റെ റാവിമാരുടെ കാലം മുതലേ കിതാബുകളിൽ തങ്ങളുടേതായ ചേർത്തിവെക്കലുകൾ നടത്തുന്നത് നമുക്ക് കാണാം. അതുപോലെ ഹദീസിൻ്റെ റാവിമാരെ വിശദീകരിക്കുന്ന സമയത്ത് ഒരേ പേരുള്ള 2 റാവിമാർ വരുമ്പോൾ ഈ 2 റാവിമാരെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു റാവിയെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ റാവി ഏതാണ് എന്ന വിശദീകരണം നൽകുന്നത് അതും ഈ തഅലീഖാത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ജാമിഉ സ്വഹീഹ്. സ്വഹീഹുൽ ബുഖാരിയിൽ തഅലീഖാത്തുൽ ബുഖാരി എന്നത് തന്നെ മശഹൂറാണ്. തഅലീഖാത്തുൽ ബുഖാരി ഓരോ ഹദീസിൻ്റെ ബാബുകൾക്ക് ഹെഡിങ് കൊടുത്തതിന് ശേഷം മുൻഗാമികളായ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, അബൂ മഅലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ ഖൗലുകളെ ഓരോ ബാബുകളുടെയും ഹെഡിങ്ങിന് ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചേർത്ത് കൊടുക്കാറുണ്ട്. തഅലീഖാത്തുകൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫിഖ്ഹിൻ്റെ കിതാബായാലും മറ്റ് ഫന്നുകളായാലും നമ്മൾ ഒരു കിതാബിൻ്റെ ഇബാറ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ റെഫറൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഇബാറത്ത് വായിക്കുമ്പോൾ ഈ ഇബാറത്തുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കണം എന്നതിനുള്ള ഒരു പരിഹാരമായിട്ട് ടിപ്പണികളെ നമുക്ക് വായിക്കാം. ഫതുൽ മുഈൻ ഓതുമ്പോൾ തുഹ്ഫയുടെയും അതുപോലെ മിനാജിൻ്റെയും മുഗ്നിയുടെയും ഒക്കെ ഇബാറകൾ അവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഇബാറകൾ അതുപോലെ തന്നെ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉൻദുർ തുഹ്ഫ എന്ന് നമുക്ക് അധിക വായന ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരു സൂചനയായിട്ട് ഈ ടിപ്പണികൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പുറമെ ഒരു ഇബാറയുടെ സ്വരീഹായ മഅനയും, അതായത് എൻ്റെ ലോഹിറായ മഅനയും മഫ്ഹൂം മുഖാലഫയും ഒക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഈ യമനി പണ്ഡിതന്മാരൊക്കെ ഓരോ മസ്അല പറയുമ്പോൾ വുദൂഇൻ്റെ ഷർത്ത് ഇന്നതാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് 8ഓളം ഷർത്തുകളുണ്ട് എന്ന് നമുക്ക് ഓരോ ഷർത്തുകളും എണ്ണി പറഞ്ഞു തരുന്നത് കാണാം. എന്നാൽ നമ്മളെല്ലാം ഫതുൽ മുഈനിലും ഖുലാസയിലൊക്കെ ഈ മസ്അല അതുപോലെ വായിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഇങ്ങനെ 8 ഷർത്തുകളായിട്ട് എണ്ണി നമ്മൾ പഠിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഒരു കിതാബിൻ്റെ ഫതുൽ മുഈൻ്റെ ഇബാറത്ത് വായിച്ച് അതിൻ്റെ ആ ഭാഗത്തുള്ള തഅലീഖാത്തുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ ഒരു ജറിൻ്റെ അർഫ് തന്നെ ഒരു ഷർത്തായി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കിതാബുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വിശദീകരിക്കാൻ നമുക്ക് ഈ തഅലീഖാത്തുകൾ, ടിപ്പണികൾ നോക്കുമ്പോൾ വളരെയധികം ഉപകാരമുണ്ടാകും. ഈ ടിപ്പണിയെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ച തന്നെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ബുഖാരി നമ്മോട് സംവദിക്കും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ടിപ്പണി, രീതി, ഭാവം, ചരിത്രം എന്ന വിഷയമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. ടിപ്പണി എന്ന വാക്ക് മലയാളത്തിൽ ശബ്ദധാരാവലിയിൽ അതിൻ്റെ അർത്ഥം ഗ്രന്ഥത്തിൽ അങ്ങുമിങ്ങും കാണുന്ന ദുർഘടമായ പദങ്ങൾക്കുള്ള വിശദീകരണമെന്ന് നമുക്ക് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വായിക്കാം. അറബിയിലേക്ക് വരുമ്പോൾ സാധാരണ നാം തഅലീഖ് എന്ന പദമാണ് പൊതുവായി പറയാറുള്ളത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി അതിൻ്റെ വാക്കിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ തഅലീഖ്, തഖ്രീർ, തഹ്ഖീഖ്, ഹാഷിയ തുടങ്ങിയുള്ള പദങ്ങളൊക്കെ നമുക്ക് ടിപ്പണി എന്ന മലയാളത്തിൻ്റെ അർത്ഥമായി അറബിയിൽ പറയാം. ചിലപ്പോൾ ഈ വാക്കിൽ ശ്രോതാക്കൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുണ്ടാവുക ഹാഷിയ എന്ന പദം എങ്ങനെയാണ് ടിപ്പണിയുടെ അറബിയായി നമുക്ക് പറയാൻ കഴിയുക എന്നതായിരിക്കും. ഹാഷിയ എന്നതിന്
ഒരുപാട് അർത്ഥങ്ങൾ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ കൊടുത്തതായി കാണാം. അതിൽ ഒരർത്ഥം ഒരു കിതാബിൻ്റെ ഷെറഹിൻ്റെ ഷെറഹായി വരുന്നതാണ് ഹാഷിയ എന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. ആ അർത്ഥത്തിൽ ടിപ്പണിയെ നമുക്ക് ഹാഷിയ എന്ന് പറയാൻ സാധിക്കില്ല. രണ്ടാമത്, ഒരു കിതാബിൻ്റെ ആശയത്തെ ഖൗലുഹു എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നതിന് ഹാഷിയ എന്നാണ് പറയുക എന്ന് പല ഇമാമുമാരും പറഞ്ഞതായി കാണാം. അങ്ങനെ വരുമ്പോൾ നാം സാധാരണ ദർസുകളിൽ ഓതാറുള്ള ശറഹു തഹദീബൊക്കെ ഹാഷിയത്തു തഹദീബാക്കി മാറ്റേണ്ടി വരും. മൂന്നാമതായി, ഹാഷിയക്കൊരർത്ഥം മായക്കൂനു ഫി ഹഷ്വിൽ കുത്തുബ്, കിതാബിൻ്റെ സൈഡുകളിലുള്ളത്, ഹാമിഷിലുള്ളത് എന്നൊരർത്ഥം ഹാഷിയക്കുണ്ട്. ആ അർത്ഥപ്രകാരം നമുക്ക് ടിപ്പണിയെ ഹാഷിയ എന്നും പറയാം. സാധാരണ കേരളീയ മണ്ണിൽ നാം ഉപയോഗിക്കുന്ന ഒരു പദം തഅലീഖ് എന്ന് തന്നെയാണ്. ഇവിടെ തഅലീഖ് എന്ന പദവും തഖരീർ എന്ന പദവും എന്താണ് വ്യത്യാസം? രണ്ട് പദവും ഒരേ അർത്ഥത്തിന് ദൂരവ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. അതിനപ്പുറത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തഅലീഖ് എന്ന് പറയുന്നത് ഒരു കിതാബിൻ്റെ നസ്സ്, അതിലെ ഇബാറത്ത് അല്ലെങ്കിൽ ഹദീസിൻ്റെ മത്തിന് അതുപോലെ എടുത്ത് എഴുതുന്നതിന് തഅലീഖ് എന്നും, അതല്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധിക വായനകളിലേക്ക് എഴുതുന്നതിന് തഖരീർ എന്ന് പറയുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരായി കാണാം. കൂടുതലായി ആ വാക്കുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് തഅലീഖ്, തഹ്ഖീഖ്, തഖരീർ എന്നെല്ലാം നമുക്ക് ടിപ്പണിയെ പറയാം. എന്നാലും തഅലീഖ് എന്ന പദമായിരിക്കും കേരളീയ പരിസരത്ത് നാം കൂടുതൽ വായിച്ചത്, അറിഞ്ഞത്. നമ്മുടെ മഹാന്മാരായ ഉലമാ ചെയ്തു വച്ച ഏറ്റവും വലിയ ധർമ്മം തന്നെയാണ് തഅലീഖ് എഴുതുക എന്നുള്ളത്. എന്ന് പറയുമ്പോൾ കേരളീയ ഉലമാഇൻ്റെ ഏറ്റവും വലിയ സംഭാവന തഅലീഖാത്തുകൾ തന്നെയാണ്. മറ്റു കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ കിതാബെഴുത്തുകളും ഷെറഹെഴുത്തുകളും മറ്റ് ഹാഷിയകളിലൊക്കെ വ്യാപൃതമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവർ വ്യാപൃതമായത് തഅലീഖ് എഴുത്തുകളിലാണ്. അത് നിർവഹിക്കുന്ന ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രയാസമുള്ള, കൂടുതൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു പദത്തെ വിശദീകരിക്കുക എന്നുള്ളത്. ആ പദത്തിൻ്റെ അർത്ഥം കൊടുക്കുന്നതായി കാണാം. അതിൽ തന്നെ കൈപ്പറ്റ ഉസ്താദ് സ്വീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമുണ്ട്. അത്രയും ഫെമിലിയർ അല്ലാത്ത വാക്കിന് ചിലപ്പോൾ ഇംഗ്ലീഷിൽ കൈപ്പറ്റ ഉസ്താദ് പല കിതാബിലും അതിൻ്റെ അർത്ഥം കൊടുത്തതായി കാണാം. ചിലയിടത്ത് ഉറുദുവിൽ കൊടുത്തതായി കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ശറഹുൽ അഖായിദിൻ്റെ ഒക്കെ കൈപ്പറ്റ ഉസ്താദിൻ്റെ തഅലീഖിൽ 2-3 സ്ഥലത്ത് ഉറുദുവിൽ അർത്ഥം കൊടുത്തതായി കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് തഅലീഖിൻ്റെ ഒരു ധർമ്മം, ഒരു ഫെമിലിയർ അല്ലാത്ത വാക്ക്, ആ വാക്കിനെ വിശദീകരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ അർത്ഥം പറയുക. രണ്ടാമതായി, ഇത്തരത്തിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു വാക്കിന് ലബ്ത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹറക്കത്തുകൾ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. മൂന്നാമതായി, മൂല കിതാബിൽ ഒരു ഇമാമിൻ്റെ പേര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. കമാ ഖാല അൽ ഇമാം, ഏതെങ്കിലും ഒരു ഇമാമിനെ സൂചിപ്പിച്ച് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്ന് മൂല കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തഅലീഖ് പലപ്പോഴും ആ ഇമാം ഏത് കിതാബിലാണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കലായിരിക്കും. അതുപോലെ ചിലയിടങ്ങളിൽ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മൂല കിതാബിൽ പറഞ്ഞു പോകുമ്പോൾ അവിടെ ആ കിതാബിൽ ഏത് സ്ഥലത്താണ് ഈ ഇമാം പറഞ്ഞത് എന്നതിലേക്കുള്ള സൂചന കൂടി തഅലീഖിൽ നമുക്ക് കാണാം. അപ്പോൾ ഒരു മുഅല്ലിഖ്, ഒരു തഅലീഖ് എഴുതുന്ന ഒരു പണ്ഡിതൻ നിർവഹിച്ച വലിയ ധർമ്മത്തെക്കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കണം. പുതിയ കാലത്ത് നമ്മുടെ തഅലീഖ് എഴുതിയ കിതാബുകൾ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ മടിയായിരിക്കും. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അവർ ചെയ്ത വലിയ ധർമ്മമുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. സയ്യിദ് അലി ഉസ്താദിൻ്റെ ഫതഹുൽ മുഈനിൻ്റെ ചില ഭാഗങ്ങളിൽ, സാധാരണ കുറച്ച് നല്ല എഴുത്താണ് സയ്യിദ് അലി ഉസ്താദിൻ്റെ, കുറച്ചുകൂടി വൃത്തിയുള്ള, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല എഴുത്താണ് സയ്യിദ് അലി ഉസ്താദിൻ്റെ. ചില സ്ഥലങ്ങളിൽ ദുർഗ്രാഹ്യമാകുന്ന രൂപത്തിൽ ക്ലിയർ അല്ലാതെ ചില തഅലീഖാത്തുകൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, വാർദ്ധക്യമായ സമയത്ത്, അതുപോലെ കാലിൽ ചൊറി വന്ന് ഇരിക്കുന്ന സമയത്ത്
മുട്ട് കുത്തി ഇരുന്നു കൊണ്ടാണ് ഉസ്താദ് ആ തഅലീഖ് എഴുതിയത് എന്ന് ഉസ്താദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൊറിഞ്ഞ് പ്രയാസപ്പെട്ട് എഴുതിയത് കൊണ്ടാണ് ഉസ്താദിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ തഅലീഖ് അങ്ങനെ ഒരു കൈ വിറച്ചു പോയ എഴുത്തുപോലെ എഴുതപ്പെട്ടത് എന്ന് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തഅലീഖ് നിർവഹിക്കുന്ന ധർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചില തഅലീഖാത്തുകൾ നമ്മുടെ കേരളീയ മണ്ണിൽ തന്നെ വിരചിതമായതിലേക്ക് മാത്രം ചില സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നാം ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ള ഫതഹുൽ മുഈനിന് കരിങ്കപ്പാറ ഉസ്താദും സൈദാലി ഉസ്താദും എഴുതിയ തഅലീഖ് തന്നെയാണ് കേരളീയ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇപ്പോൾ പ്രചാരത്തിലുള്ളതും. ഈ ഫതഹുൽ മുഈനിൻ്റെ സൈദാലി ഉസ്താദിൻ്റെയും കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും ഈ തഅലീഖിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് ആദ്യമായി ഇത്തരത്തിൽ ഇവരുടെയൊക്കെ തഅലീഖിൻ്റെ ഒരു മാതൃക. പാനായിക്കുളം ഉസ്താദിൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഈ കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും സൈദാലി ഉസ്താദിൻ്റെയും എല്ലാം ഉസ്താദായ ഇരുമ്പിലാശ്ശേരി ഉസ്താദ്. ആ ഉസ്താദാണ് ഇന്ന് നമ്മുടെ ഫതഹുൽ മുഈനിലുള്ള തുഹ്ഫയുടെ ജുസുകളും തുഹ്ഫയുടെ പേജുകളും വിശദീകരിക്കുന്ന നമ്പർ ഇട്ട് കൊടുത്തത്. ഫതഹുൽ മുഈനിൽ നമുക്ക് പല സ്ഥലങ്ങളിലും പല മത്തിനിൻ്റെയും മുകളിൽ ചില നമ്പറുകൾ കാണാം. എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അറിയുന്നുണ്ടാവും. ആ നമ്പർ അന്ന് ഉസ്താദ് നോക്കിയ തുഹ്ഫയിലെ ഈ മസ്അല പറയുന്ന പേജ് നമ്പറാണ്. അത് ബഹുമാനപ്പെട്ട ഇരുമ്പിലാശ്ശേരി ഉസ്താദാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇരുമ്പിലാശ്ശേരി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദും സൈദാലി ഉസ്താദും. രണ്ടുപേരും ഒരേ ഉസ്താദിൻ്റെ ഫതഹുൽ മുഈനിൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് ഉസ്താദ് പറഞ്ഞ പല കിതാബുകളിലേക്കും വെളിച്ചം വീശുന്ന രൂപത്തിൽ എഴുതിയത് കൊണ്ടാണ് ഈ രണ്ട് തഅലീഖാത്തുകളും ഏകദേശം ഒരുപോലെ വന്നത്. ചെറിയ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും സൈദാലി ഉസ്താദിൻ്റെയും തഅലീഖാത്തുകൾ ഏകദേശം ഒരേപോലെയാണ്. അടുത്തതായി ഫതഹുൽ മുഈനിന് വേണ്ടി വേറെയും എഴുതപ്പെട്ട ഒരുപാട് ചില തഅലീഖാത്തുകളുണ്ട്. ഒരുപാട് തഅലീഖാത്തുകളുണ്ട്. അത് കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സമയം ദീർഘിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ചില തഅലീഖാത്തുകൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞ ഇരുമ്പിലാശ്ശേരി ഉസ്താദിൻ്റെ ശിഷ്യനായ കേരളത്തിൽ ഫതഹുൽ മുഈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലത്തൊക്കെ അവലംബിച്ചിരുന്ന, പലപ്പോഴും ഓക്കെ ഉസ്താദ് പോലും പല മസാലകളിലും അവലംബിച്ചിരുന്ന നിറമരുദൂർ ബീരാൻ ഉസ്താദ് എഴുതിയ തഅലീഖാത്തുണ്ട്. ആ തഅലീഖാത്താണ് പിന്നീട് ഉസ്താദും നിറമരുദൂർ ഉസ്താദും ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹസ്രത്തും കൂടി ഫതഹുൽ മുൽഹിം എന്ന പേരിൽ ഫതഹുൽ മുഈനിന് ഹാഷിയയായി പിന്നീട് ഈ വന്നത് ഈ നിറമരുദൂർ ഉസ്താദ് എഴുതിയ തഅലീഖാത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വെളിയങ്കോട് കുട്ടിയ മുസ്ലിയാർ എഴുതിയ ഫതഹുൽ മുഈനിൻ്റെ തഅലീഖ് വളരെ പ്രധാനമാണ്. തഅലീഖ് രചന രംഗത്ത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട തഅലീഖാത്തുകളാണ് ഫതഹുൽ മുഈനിൻ്റെ കരിങ്കപ്പാറ ഉസ്താദും സൈദാലി ഉസ്താദും എഴുതിയ തഅലീഖാത്തുകൾ എന്ന് നാം പറഞ്ഞു. എന്നാൽ തഅലീഖാത്ത് എഴുത്ത് രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നിർവഹിച്ചത് കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ അവർകളാണ് എന്ന് നമുക്ക് ഈ തഅലീഖാത്തുകൾ വായിക്കുന്ന സമയത്തും ഉസ്താദിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്തും നമുക്ക് കാണാം. ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് തന്നെ ഉസ്താദിൻ്റെ പല തഅലീഖാത്തുകളും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. സാധാരണ കരിങ്കപ്പാറ ഉസ്താദൊക്കെ സ്വീകരിച്ച പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എഴുതുന്ന ശൈലിയിൽ നിന്ന് മാറി നോട്ടുകളാക്കി എഴുതി അത് പിന്നീട് കിതാബിൻ്റെ ശേഷമുള്ള പേജുകളിൽ അതെല്ലാം ശേഖരിച്ച് വെച്ച് എഴുതുന്ന രൂപമാണ് കൈപ്പറ്റ ഉസ്താദ് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത്. അതിന് തഅലീഖാത്ത് എന്ന വാക്കിനപ്പുറത്ത് ലമീമത്ത് എന്ന വാക്കിൽ പല സ്ഥലത്തും അതിനെ ഉപയോഗിച്ചതായി കാണാം. എന്ന് പറഞ്ഞാൽ ലമീമത്ത് നമുക്കറിയാം ഒന്നിനോട് ചേർക്കുന്നത് എന്ന്. മഹല്ലിയുടെ തുടക്ക ഭാഗത്ത് ദഖായിഖ് എന്ന് പറയുന്ന കിതാബിലേക്കുള്ള സൂചനയായിക്കൊണ്ട് മഹല്ലി ഇമാം പറയുന്ന ലമീമത്ത് എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും പലപ്പോഴും അറിയാം. അപ്പോൾ ലമീമത്ത് എന്ന് പറയുന്ന രൂപത്തിലാണ് കൈപ്പറ്റ ഉസ്താദ് ഏറ്റവും കൂടുതൽ സ്വീകരിച്ച മാതൃക.
ഈ നമ്മുടെ ഈ കേരളത്തിൽ ഓതുന്ന സിലബസിലുള്ള കിതാബുകളിൽ ഏറ്റവും കൂടുതൽ കിതാബുകൾക്ക് തഅലീഖ് എഴുതിയത് കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദ് തന്നെയായിരിക്കും. ഉസ്താദിൻ്റെ മത്ബൂ ആയ ഒരുപാട് കിതാബുകളുണ്ട്. മഖ്തൂത്തായ ഈ നിലവിൽ ഇറങ്ങാത്ത മത്ബൂ ആകാത്ത വേറെയും ഒരുപാട് തഅലീഖാത്തുകളുണ്ട്. പുതിയ കുറച്ച് വർഷങ്ങളായി അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉസ്താദിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കിതാബിലേക്കുള്ള സൂചന എന്നത് പലപ്പോഴും പല ആളുകളും എഴുതുന്നത് തന്നെയാണ്. ഉസ്താദ് ഈ അത്തരത്തിലേക്കുള്ള സൂചനയുടെ പുറമെ തൻ്റെ ഉസ്താദിൽ നിന്നും കേട്ട വിഷയം ഒരുപാട് തഅലീഖാത്തുകളിൽ എഴുതിയിട്ടുണ്ടാവും. ഉസ്താദ് പറഞ്ഞത് ഇതാണ്, അല്ലെങ്കിൽ ആദ്യം ഞാൻ കണ്ട ഇബാറത്ത് ഇതാണ്, പിന്നീട് ഇതിന് വിരുദ്ധമായി മറ്റൊരു ഇബാറത്ത് കണ്ടു, ആ ഇബാറത്ത് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് ഇതായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു മസ്അല എന്നാണ് കണ്ടിരുന്നത്, പിന്നീട് ഒരു ശിഷ്യൻ ചോദിച്ച സമയത്ത് ആ മസ്അല ഇങ്ങനെയാണ് എന്ന് കൂടുതൽ പരിധി നോക്കുമ്പോൾ കാണാൻ സാധിച്ചു എന്ന വളരെ വിശാലമായ ഒരു തഅലീഖാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് സ്വീകരിച്ച ഒരു മാതൃക. കൈപ്പറ്റ ഉസ്താദിൻ്റെ ആ മാതൃക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഈ സാധാരണ എഴുതുന്ന രൂപത്തിൽ നിന്ന് കിതാബിൻ്റെ പുറത്ത് ഒരുപാട് പേജുകൾ വന്ന് കിതാബിലേക്കുള്ള സൂചനകൾ നൽകുമ്പോൾ അത് വായിക്കാൻ ചിലപ്പോൾ ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും മടിയായിരിക്കും. എങ്കിലും അത് വായിച്ചു നോക്കുമ്പോഴാണ് അവർ ഉസ്താദിൽ നിന്ന്, താൻ പഠിച്ച ഉസ്താദിൽ നിന്ന് കേട്ട ഒരു വാക്ക് അത്തരത്തിൽ തൻ്റെ മനസ്സിലേക്ക് കോറിയിട്ടത് എത്രത്തോളം വിശാലമായ രൂപത്തിലായിരുന്നു എന്നതിലേക്ക് നമുക്ക് ഉസ്താദിൻ്റെ ആ ഇബാറത്തുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാണാം. ഉസ്താദിൻ്റെ ജംഉൽ ജവാമി, മഹല്ലി, മുഖ്തസർ, ജലാലൈനി, ഖുതുബത്തുൻ നബാത്തിയ, ശറഹു തഹദീബ്, വിത്തിരിയ, ജൗഹറത്തു തൗഹീദ്, ബുഖാരി, മുസ്ലിം, ഇത്തരത്തിലൊക്കെ ഈ കിതാബുകൾക്കൊക്കെ ഉസ്താദിന് തഅലീഖ് ഉണ്ട്. കുത്തുബി, മീർ കുത്തുബി, ഉഖ്ലൈദീസ് തുടങ്ങിയിട്ടുള്ള കിതാബുകൾ, അതുപോലെ ഗസാലി ഇമാമിൻ്റെ ഹിയാ ഉലൂമുദ്ദീൻ്റെ മുഖ്തസറായ മുർഷിദുൽ അമീൻ്റെ ഒക്കെ തഅലീഖ് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മഖ്തൂത്തായിരിക്കുകയാണ്, മത്ബൂ ആയി പുറത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്ന് വന്ന ഒരു തഅലീഖ് എഴുതിയ പണ്ഡിതനാണ് നേരത്തെ നാം പറഞ്ഞ സയ്യിദ് ഉസ്താദ്. സയ്യിദ് ഉസ്താദിൻ്റെ ഫതഹുൽ മൊയ്നും അൽഫിയയും വളരെ പ്രശസ്തമാണ്, നാം എല്ലാവരും അത് നോക്കുന്നവരാണ്. അതുപോലെ മുഖ്തസറും നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തസ്രീഹ് മന്ദിക്കിനും, ഉമ്മുൽ ബറാഹീൻ, ഖുതുബത്തുൻ നബാത്തിയ, അൽ കുത്തുബുൽ മജ്മൂ എന്ന് പറയുന്ന നാം ബെയ്ത്ത് കിതാബ് എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിനൊക്കെ ഉസ്താദിൻ്റെ തഅലീഖ് ഉണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് മറ്റത്ത് മെയ്തി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ അൽഫിയ, ജലാലൈനി, ഫതഹുൽ മൊയ്ൻ തുടങ്ങിയ തഅലീഖാത്തുകൾ വളരെ പ്രസിദ്ധമാണ്. മറ്റൊന്ന് തിരൂരങ്ങാടിയിലുള്ള മുളയമ്പിലാക്കൽ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ നാം ദർസുകളിൽ ഓതുന്ന കുത്തുബു മജ്മൂ എന്ന് പറയുന്ന നഹ്വു സൊറഫിൻ്റെ കിതാബിൻ്റെ തഅലീഖ് കാണാം. അതുപോലെ കുറ്റൂർ അബ്ദുറഹീം മുസ്ലിയാരുടെ ഫതഹുൽ മൊയ്ൻ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കൈപ്പറ്റ ഉസ്താദിൻ്റെ തന്നെ ഫതഹുൽ മൊയ്നിൻ്റെ തുടക്ക ഭാഗം പല സ്ഥലത്തും ഇറങ്ങിയത് നമുക്ക് കാണാം. എന്നാൽ ഫതഹുൽ മൊയ്നിൻ്റെ ഫുള്ള് കൈപ്പറ്റ ഉസ്താദിൻ്റെ ഇറങ്ങിയതായി മത്ബൂ ആയി നിലവിലില്ല. അതുപോലെ കൈപ്പറ്റ മുഹമ്മദ് മുസ്ലിയാരുടെ തൽഖീസുൽ മിഫ്താഹ്, നമ്മുടെ മുഖ്തസർ ഓതുന്ന സമയത്ത് നാം എല്ലാം നോക്കുന്ന അതിൻ്റെ തൽഖീസുൽ മിഫ്താഹ്, ഈസാ ഊജി, സമർഖന്ദിയ, റഷീദിയ തുടങ്ങിയ കിതാബുകളിൽ ഉസ്താദിൻ്റെ രചനകൾ, തഅലീഖാത്തുകളുണ്ട്. ഇനി തഅലീഖാത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിലേക്കുള്ള ചില റംസുകൾ, ചില സൂചനകൾ. ആ സൂചനകൾ എവിടുന്ന് വന്നു എന്നുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണ്. പല ഉസ്താദുമാരും പല അഭിപ്രായം പറഞ്ഞതായി നമുക്ക് കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരഭിപ്രായമാണ് ഈ നമ്മുടെ നേരത്തെ ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന കിതാബുകൾ, സഹ്റാംപൂരി എന്ന് നമ്മൾ പറയുന്ന ആ ഖത്തിൽ ഉത്തരേന്ത്യൻ ഉലമാ അവർ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച ഈ ഇത്തരത്തിലുള്ള തഅലീഖാത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ ചില റംസുകൾ, ചില സൂചനകൾ എന്ന് ഉസ്താദുമാർ പറയുന്നതായി കാണാം. അത് നമ്മുടെ ശറഹു തഹദീബിൻ്റെ ഒക്കെ നാം ഓതുന്ന ആ കോപ്പി, പഴയ കോപ്പി, ആ കോപ്പിയിൽ ഇത്തരത്തിലുള്ള സൂചനകൾ വളരെ വിശാലമായി നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ചില റംസുകൾ, അതിലൊന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. ഇലഹ് എന്ന് പറയുന്നത് നമുക്കൊക്കെ കാണാം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇല ആഖിരിഹി എന്ന് പറയുന്ന ഇലഹ് എന്ന സൂചന വളരെ പ്രധാനപ്പെട്ടതാണ്.
അതുപോലെ മുസന്നിഫ് എന്നുള്ളതിലേക്ക് മുസ് എന്ന് മാത്രം എഴുതുന്ന ഒരു ശൈലിയുണ്ട്. അതുപോലെ മത്ലൂബ് എന്നതിന് മത്ത് എന്ന് മാത്രം എഴുതിയതായി കാണാം. ജീമിട്ട ചിലയിടങ്ങളിൽ ജീം എന്നുള്ളതിന് ജുസ് എന്നും ചിലയിടങ്ങളിൽ ജിൽദ് അല്ലെങ്കിൽ മുജല്ലദ് എന്നും നമുക്ക് വായിക്കാവുന്നതാണ്. അതുപോലെ നുസ്ഖ വഫി നുസ്ഖത്തിൻ സ്വഹീഹത്തിൻ എന്നതിന് ഖാ സ്വാന്ന് എഴുതിയത് നമുക്ക് കാണാം. ചില കിതാബുകളിൽ അത് വെറും നൂന് മാത്രം ഇട്ടതും നമുക്ക് കാണാം. അപ്പം നൂനും സൂചിപ്പിക്കുന്നത് നുസ്ഖ തന്നെയാണ്, ഖാവും സൂചിപ്പിക്കുന്നത് നുസ്ഖ തന്നെയാണ്. അതുപോലെ സ്വാദിൻ്റെ രണ്ട് ഉപയോഗം നമുക്ക് കാണാം. ഒന്ന്, സ്വാദ് പൂർണ്ണമായി എഴുതാത്തൊരു രൂപമുണ്ട്. സ്വാദിനെ പൂർണ്ണമായി എഴുതാതെ എഴുതി വെക്കുന്ന രൂപത്തിൽ അവിടെ സ്വവാബ്, ഇവിടെ ഇതാണ് വാസ്തവം എന്ന് പറയുന്ന അതിലേക്കുള്ളൊരു സൂചനയാണ്. അതുപോലെ സ്വാദ് പൂർണ്ണമായി എഴുതിയ ഒരു രൂപമുണ്ട്. അതിന് രണ്ടർത്ഥങ്ങൾ നാം പറയാറുണ്ട്. ഒന്ന്, സ്വഫഹത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എല്ലാ കിതാബുകളുടെയും പേജുകളിലേക്ക് സൂചന നൽകുമ്പോൾ ഒരു സ്വാദ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇത്രാം പേജ് എന്ന് എഴുതിയത് പല തഅലീഖാത്തുകളിലും നമുക്കൊക്കെ പരിചിതമാണ്. മറ്റൊന്നാണ് അവിടെ മുസന്നിഫ് എന്നുള്ളതിന് സ്വാദ് ഉപയോഗിച്ചതായി കാണാം. കാല സ്വാദ് എന്ന് പറഞ്ഞാൽ കാല മുസന്നിഫ് റഹിമഹുല്ല എന്നാണ് അവിടെ കൂട്ടി വായിക്കേണ്ടത്. അതുപോലെ ലാ എന്ന് മാത്രം ഇട്ടതായി കാണാം. അതിൻ്റെ അർത്ഥം ലാഹിർ എന്നുള്ളതാണ്. അതുപോലെ ഹാ ഇട്ട് അതിൻ്റെ മുകളിൽ മദ്ദക്ഷരം, അലിഫിനുള്ള മദ്ദക്ഷരം, ഇങ്ങനെയുള്ള മദ്ദക്ഷരമുട്ട അത് നമ്മൾ ഹൈന ഇതിൻ എന്ന് വായിക്കാറുണ്ട്. അതൊക്കെ ഈ തഅലീഖാത്തിൽ വളരെ പ്രധാനപ്പെട്ട സൂചകങ്ങളാണ്. അതുപോലെ ഫഹി എന്ന് പറയുന്ന ഫഹീന ഇതിൻ എന്നതിലേക്കുള്ള സൂചനയുണ്ട്. അതുപോലെ ലാനം എന്നുള്ളത് ലാൻ ഉസല്ലിമു എന്നതിലേക്കുള്ള സൂചനയാണ്. ഇത്തരത്തിൽ ഒരുപാട് സൂചനകളുണ്ട്. കൂടുതൽ സൂചനകളിലേക്ക് കടക്കുന്നില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സൂചകങ്ങളുടെ ഒരു ചർച്ചയാണ് ഇൻതഹ എന്നുള്ള വാക്ക്. അലിഫും ഹാവും ഇട്ട ഇൻതഹ എന്ന് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ പല കിതാബുകളിലും ഇൻതഹ എന്നതിൻ്റെ പകരം 12 എന്ന നമ്പർ നമുക്ക് പലയിടത്ത് കാണാം. ഇതിലൊരുപാട് ചർച്ചകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ മാത്രം പറയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, എന്താണ് 12 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ അൽ ഹിസാബുൽ ജുമ്മൽ നമ്മൾ അബിജദ് കണക്ക് എന്ന് പറയാറുണ്ട്. അതിനാൽ ഹിസാബുൽ ജുമ്മൽ, അബിജസ്, ഹവ്വസ്, ഹുത്തി, കലമൻ എന്ന് പറയുന്ന 1, 2, 3 തുടങ്ങിയ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന അവിടെ ഹദ് എന്നതിലേക്കുള്ള സൂചനയാണ് 12 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില ഉസ്താദുമാർ പറഞ്ഞതായി കാണാം. എന്ന് പറയുമ്പോൾ ഹാ 8ഉം ദാല് 4ഉം 8 + 4 12. അതാണ് 12 ഹദ്, അതിർത്തി. ഈ വിഷയം ഇവിടെ അവസാനിച്ചു എന്നതിലേക്കുള്ള സൂചനയാണ് ഈ 12 കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാണാം. എന്നാൽ അൽ ഹിസാബുൽ ജുമ്മലിൻ്റെ കണക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 12 എന്നതിന് ഒരിക്കലും ഈ 8 + 4 എന്ന് ഉപയോഗിക്കാറില്ല. 10 + 2 എന്നതാണ് ഈ അൽ ഹിസാബുൽ ജുമ്മലിൻ്റെ കണക്ക് പ്രകാരം കൃത്യമായി ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 12-ന് നാം ഉപയോഗിക്കേണ്ടത് 10-ന് യാവും 2-ന് ബാവും എന്ന രൂപത്തിൽ യബ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് 12 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദ് അല്ല എന്ന് പറഞ്ഞ ഉസ്താദുമാരെ കാണാം. അവിടെ മറ്റൊരു ചർച്ച 12 എന്നുള്ളത് ഇൻതഹ എന്ന ഈ ഹാ കുറച്ചുകൂടി ദീർഘമായിട്ട് ആ ഹാ അപ്പുറത്തേക്ക് മാറി തിരിച്ചിട്ടതാണ് എന്ന് പറഞ്ഞ ഉസ്താദുമാരെയും നമുക്ക് കാണാം. ഇതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഇട്ടു തരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ ഫത്തുൽ മുഈനിലൊക്കെ കിതാബിലേക്കുള്ള ചില കിതാബുകളിലേക്കും അതുപോലെ കിതാബ് എഴുതിയ മുസന്നിഫുമാരിലേക്കുമുള്ള ചില സൂചനകൾ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും അറിയാം മീമ് റാ എന്ന് നാം സാധാരണയായി ഫത്തുൽ മുഈനിലൊക്കെ വായിക്കുന്നതാണ്. മുഹമ്മദ് ബിൻ അഹമ്മദ് റംലി ഇമാമിലേക്കുള്ള സൂചനയാണ് മീമ് റാ. റംലി ഇമാമിൻ്റെ എല്ലാ കിതാബുകളിലേക്കുമുള്ള സൂചനയായി മീമ് റാ എന്നുള്ളത് പലപ്പോഴും ഉപയോഗിക്കാറില്ല. നിഹായത്തുൽ മുഹ്താജ് ഇലാ ശറഹിൽ മിൻഹാജ് എന്ന് പറയുന്ന നമ്മുടെ മിൻഹാജിൻ്റെ ശറഹായ നിഹായയിലേക്കുള്ള സൂചനയായിട്ടാണ് മീമ് റാ എന്നുള്ളത് ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ സാധാരണ ഫത്തുൽ മുഈനിലൊക്കെ കൂടുതലായി കാണുന്ന ഒരു റംസാണ് ഐന് ഷീന്. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അലിയുബിൻ അലി സിബ്രാം അല്ലസി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള സൂചനയാണ് ഐന് ഷീൻ. അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ നിഹായത്തുൽ മുഹ്താജിന് അദ്ദേഹം എഴുതിയ ഹാഷിയയുണ്ട്. ആ ഹാഷിയയിലേക്കുള്ള സൂചനയാണത്. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള സൂചനയായി പല കിതാബുകളിലും പല റംസുകളും നമുക്ക് കാണാം. ചില കിതാബുകളിൽ ഫതുൽ മുഈനിലൊക്കെ നമ്മുടെ തഅലീഖാത്തുകളിൽ കൂടുതലായി കാണുന്നത് ഹജ് എന്ന് പറയുന്നതാണ്. എന്നാൽ ചില കിതാബുകളിൽ ഹജർ എന്ന് തന്നെ എഴുതിയതായി കാണാം. ചില കിതാബുകളിൽ
ഹർ എന്നെഴുതിയത് കാണാം, ഹാ റാ എന്ന് എഴുതിയതായി കാണാം. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള സൂചനയാണ്. മറ്റൊന്ന്, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്ന സമയത്ത് ഹാ ദാലി എന്നെഴുതിയതായി കാണാം. അതിൻ്റെ വിവക്ഷ ഇബ്നു ഹജർ തങ്ങൾ ശറഹുൽ ഇർഷാദിൽ പറഞ്ഞതാണ് എന്നതിലേക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റംസാണ് സിം എന്ന് പറയുന്ന സീനി മീം. അത് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖാസിം അൽ ഉബാദി റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മുടെ തുഹ്ഫയുടെ, നമ്മളൊക്കെ തുഹ്ഫ ഓതുന്ന സമയത്ത് നോക്കുന്ന ശർവാനിയും ഇബ്നു ഖാസിമുണ്ട്. ആ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹുവിലേക്കുള്ള സൂചനയാണ് അത് എന്ന് നമുക്ക് കാണാം. കൂടുതലായി സംസാരിക്കുന്നില്ല, സമയം അധികരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. പുതിയ കാലത്ത് നമ്മുടെ ഹാഷിയകൾ അല്ലെങ്കിൽ ഈ തഅലീഖാത്തുകളൊക്കെ പുതിയ കാലത്ത് കുറഞ്ഞ് അത് ഇപ്പോൾ തഹ്ഖീഖ് എന്ന രൂപത്തിലേക്കാണ് കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തും നേരത്തെ തഅലീഖായി എഴുതി വച്ചിരുന്ന പല ഗ്രന്ഥങ്ങളും പിന്നീട് കിതാബുകളായി പ്രിൻ്റഡായി വന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഫതഹുൽ മുഈൻ ഓതുമ്പോൾ നോക്കുന്ന ഇആനത്തു ത്വാലിബീൻ, സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇആനത്തു ത്വാലിബീൻ. നേരത്തെ അത് ഈ തഅലീഖ് രൂപത്തിൽ എഴുതി വെച്ചതായിരുന്നു, പിന്നീടാണ് അത് ഹാഷിയ രൂപത്തിൽ കിതാബായി മാറിയത് എന്ന് സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി കാണാം. മൈബദി ഓതുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, മൈബദിയുടെ തുടക്കത്തിൽ ഈ കിതാബ് ഞാൻ തഅലീഖായി എഴുതി വെച്ചതായിരുന്നു, പിന്നീട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിന്നീട് ഇത്തരത്തിലൊരു കിതാബ് രൂപത്തിൽ, ഒരു ശറഹ് രൂപത്തിൽ മാറ്റിയത് എന്ന് മൈബദിയുടെ തുടക്കത്തിൽ നാം എല്ലാവരും വായിച്ചിട്ടുണ്ട്. പുതിയ കാലത്തും ഇങ്ങനെ നേരത്തെ തഅലീഖായി എഴുതി വച്ചിരുന്ന പല കിതാബുകളും പിന്നീട് ഹാഷിയ രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പുതുതായി വന്നതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കോടൂർ അഹ്സനി ഉസ്താദിൻ്റെ ശറഹു തഹദീബിനുള്ള ഹാഷിയ. നേരത്തെ അത് നാം 2 കിതാബും കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. നേരത്തെ അത് തഅലീഖായി എഴുതി വെച്ച ശറഹു തഹദീബ് പിന്നീട് ഒന്നുകൂടി വിപുലീകരിച്ച് അത് ഹാഷിയത്തുൻ അലാ ശറഹു തഹദീബ് എന്ന രൂപത്തിൽ ഇറങ്ങിയ കിതാബാണ് എന്ന് നമുക്ക് പുതിയ ഉദാഹരണം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ പുതിയ കാലത്ത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഈ തഅലീഖാത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻറ്റിങ് സംവിധാനങ്ങളൊക്കെ സാങ്കേതിക വിദ്യകളൊക്കെ കുറച്ചുകൂടി വിപുലമായതുകൊണ്ട് തഅലീഖ് എന്ന രൂപത്തിൽ നിന്ന് മാറിക്കൊണ്ട് തഹ്ഖീഖ് എന്ന രൂപത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മളൊക്കെ കേരളത്തിന് പുറത്തു നിന്ന് വന്ന കിതാബുകളൊക്കെ തഅലീഖ് എന്ന പ്രിൻറ്റിൽ തഹ്ഖീഖ് എന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ കിതാബിൻ്റെ മൂല കിതാബിൻ്റെ ആശയങ്ങളിൽ ചില നമ്പർ ഇട്ട് കൊടുത്ത് ആ പേജിൽ വര വരച്ച് ആ വരയുടെ അടിയിൽ ആ നമ്പർ എടുത്തെഴുതി അതിനെ വിശദീകരിക്കുന്ന രൂപമാണ് നേരത്തെയൊക്കെ നമ്മൾ പുറത്തു നിന്ന് വന്നൊക്കെ കിതാബുകളിൽ നിന്ന് കണ്ടിരുന്നത്. അതേ ശൈലി തന്നെയാണ് പുതിയതായി കേരളത്തിൽ നിന്ന് ഇപ്പോൾ രൂപം കൊള്ളുന്ന പല കിതാബുകളുടെയും തഅലീഖുകളുടെ രൂപത്തിലുള്ള തഹ്ഖീഖുകളിൽ കാണുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് തഹ്ഖീഖാത്തുകളെയും തഅലീഖ് എന്ന് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. തഅലീഖ് എന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ എഴുതി വെക്കുന്ന രൂപമാണ്. തഹ്ഖീഖ് എന്ന് പറയുന്നത് പ്രിൻറ്റിങ് രൂപത്തിൽ വരുമ്പോൾ നേരത്തെയുള്ള തഅലീഖ് രൂപത്തിൽ എഴുതുക എന്നുള്ളത് അത് കുറച്ച് പ്രയാസമുള്ളതായതുകൊണ്ട് തന്നെ അവിടെ ചില നമ്പറുകൾ ഇട്ട് കൊടുത്ത് ആ നമ്പർ എടുത്തെഴുതി അതിനെ വിശദീകരിക്കുന്ന രൂപം പുതിയതായി കേരളത്തിൽ നമ്മുടെ ഉലമാഇൻ്റെ പുതിയതായി ഇറങ്ങുന്ന പല കിതാബുകളിലും കാണാം. അതുകൊണ്ട് പറഞ്ഞ സമയത്തിനേക്കാൾ 5 മിനിറ്റ് അധികരിച്ചിട്ടുണ്ട്, കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ തഅലീഖ്? ഉലമാ ചെയ്തു വെച്ച ഏറ്റവും വലിയ ധർമ്മം തന്നെയാണ് തഅലീഖ്. ഒരു വിഷയം പറയുമ്പോൾ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട് എന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരുന്നത് അവിടെയുള്ള തഅലീഖുകൾ വായിക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അധിക വായന ഈ കിതാബിലുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആയുസ് മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും ആ കിതാബിൽ ഇങ്ങനെ ഉണ്ടെന്ന് ചിലപ്പോൾ കാണാൻ കഴിയില്ല. പക്ഷേ ഒരു തഅലീഖിൽ ഉൻദുർ ഈ കിതാബിലേക്ക് നോക്കൂ എന്നൊരു സൂചന ഉണ്ടെങ്കിൽ നമുക്ക് ആ കിതാബ് ഒന്ന് മറിച്ചു നോക്കിയാൽ മതി. അത്തരത്തിലുള്ള അവരൊക്കെ അക്കാലത്ത് തഅലീഖ് എഴുതിയത് നമ്മുടെ ഇതുപോലെ PDF എല്ലാ കിതാബുകളും PDF രൂപത്തിൽ ലഭിക്കുന്ന ഇത്രയും സാങ്കേതിക വിദ്യകൾ ഇത്ര വിശാലമായ കാലത്തല്ല അവരെഴുതിയത്. അവരൊക്കെ ഇത് എടുത്ത് എഴുതിയത് അല്ലെങ്കിൽ അവർ കിതാബ് നോക്കിയത് ചിലപ്പോൾ ദൂരങ്ങളോളം താണ്ടിയായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു കുത്തുബ്ഖാനയിൽ ഈ ഒരു കിതാബുണ്ട്, ആ കിതാബ് തേടിപ്പിടിച്ച് പോയി അതിൻ്റെ കാര്യങ്ങൾ എഴുതിയ രൂപത്തിലൊക്കെയാണെന്ന്
ബഹുമാനപ്പെട്ട നമ്മുടെ കേരളീയ ഉലമായിൻ്റെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പുതിയ രൂപത്തിൽ കിതാബുകൾ വരുന്നുണ്ടാവും. എങ്കിലും ആ മഹാന്മാർ നിർവഹിച്ച ആ തഅലീഖിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ആ വലിയ അവരുടെ പരിശ്രമം, ആ പരിശ്രമത്തെ നാം നന്നായി ഗൗനിച്ച് തഅലീഖാത്തുകളെ അത് നിർവഹിക്കുന്ന ധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു തആല അവൻ്റെ ദീനി ഖിദ്മയിലായി നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.